യ തൈ തൈ യ തൈ യ തൈ. എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞല്ലാണ്ടാവുന്നില്ല, എൻ്റെ മകനോ മകളോ അല്ലാണ്ടാവുന്നില്ല. മകനായി ജനിച്ചു, ആ സ്വത്വബോധം എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടി ജീവിക്കുമ്പോൾ നമ്മൾ കൂടെ ചേർത്ത് നിർത്താൻ പറ്റണം. അതാണ് ഒരു രക്ഷകർത്താവ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ അവരെല്ലാവരും പറയുന്നതാണ് പലവട്ടം ആത്മഹത്യക്ക് ഇവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. 10 വർഷം മുൻപ് കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. ആഫ്റ്റർ ഈ നൽസ ജഡ്ജ്മെൻറ്റിൻ്റെയും 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ടിനൊക്കെ ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയൊക്കെ വളരെ അബ്യൂസീവായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങി സ്വയം ഞാനൊരു ആണ് അല്ലെങ്കിൽ ഞാനൊരു അനിമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖമില്ലാത്ത കുറേ മനുഷ്യർ ക്യൂർ മനുഷ്യർക്കെതിരായിട്ട് മനുഷ്യത്വ വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നല്ല സുഹൃത്തുക്കളായിരുന്നവർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഈ ബുള്ളി ചെയ്തവരൊക്കെ ഇന്ന് നല്ല അതിർച്ചയെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അന്ന് ഇതുപോലെ ഇപ്പോ ആ ഒരു രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ ലവ് ആണെന്ന് പറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ അനുഭവം ഇല്ല. ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർജറി ആവശ്യമാണ്. ഈ സർജറിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഇപ്പോൾ എനിക്ക് സർജറികൾ ചെയ്ത് ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ, എൻ്റെ ശരീരം അത് ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യണം, ഞാൻ ചെയ്ത് ജീവിക്കും. ഈ ഒരു മെയിൽ ടു ഫീമെയിൽ സർജറി ആയാലും ഫീമെയിൽ ടു മെയിൽ സർജറി ആയാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർജറിയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായി ഒരു നല്ലൊരു ഡോക്ടറെ കാണുക, കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുക. സർജറി ചെയ്യണം, അവർ സർജറി ചെയ്തു സോ ഞാനും പോയി സർജറി ചെയ്യാം എന്ന് വിചാരിച്ച് ഒരിക്കലും പോയി ചെയ്യരുത്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്. ബീങ് എ ഡാൻസർ എന്ന് പറയുന്നത് നോട്ട് ഓൺലി എ ഡാൻസർ, നമുക്ക് ലാംഗ്വേജുകൾ ഭയങ്കരമായി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞില്ലെങ്കിലും ആ ഒരു ലാംഗ്വേജിനൊരു സെൻസ് ഉണ്ടാവണം, മ്യൂസിക് സെൻസ് ഉണ്ടാവണം, എഴുത്ത് സാഹിത്യത്തിൽ കഴിവുണ്ടാവണം, ഈവൻ ഒരു കോസ്റ്റ്യൂം സെൻസ് ഉണ്ടാവണം, നമുക്ക് ഡ്രസ്സുകൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം, പാട്ടിൽ സംഗീതത്തിലൊരു സെൻസ് ഉണ്ടാവണം, സ്റ്റേജ് മാനേജ്മെൻറ്റ് സെൻസ് ഉണ്ടാവണം, ലൈറ്റ് ടെക്നോളജി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു നോളജ് ഉണ്ടാവണം. എങ്കിലേ ഒരു പെർഫെക്റ്റ് ഒരു ഡാൻസർ എന്നുള്ള ഒരു കോമ്പിനേഷൻ ആവാൻ പറ്റുള്ളൂ. ജാതി മത വർഗ വർണ്ണ ലിംഗ രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാത്തതാണ് കല എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വളരെ കുഞ്ഞുനാൾ മുതൽ രൂഢമൂലം അടിച്ചേൽപ്പിച്ച ഒരു സൗന്ദര്യ സങ്കല്പം, സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പം ഉണ്ട്. നമ്മൾ കല്യാണപ്പെണ്ണ് എന്തിനാണ് ഇത്രയും അണിഞ്ഞൊരുങ്ങി ഇത്രയും ആഭരണമിട്ട് ഇങ്ങനെ ഇത്രയും വില കൂടിയ പട്ടുസാരി ഉടുത്ത് പോകുന്നത്? അപ്പോൾ ഈ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. നമ്മളത് ഇല്ല എന്ന് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും എല്ലാ മനുഷ്യരുടെ ഇടയിലും ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ പ്രതികരിച്ച പല വ്യക്തികളെയും എനിക്ക് പേഴ്സണലി അറിയുന്നവർ ഈ പറയുന്ന സൗന്ദര്യ സംരക്ഷണവും സൗന്ദര്യ വർദ്ധകവുമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ്. കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ട്. കോളേജ് പഠനത്തിനും താമസ സൗകര്യമില്ലാത്തവർക്ക് ഹോസ്റ്റൽ ഫീസ്, പിന്നെ സർജറിയുടെ ഫണ്ട്, അങ്ങനെ പല സ്പെഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സാമ്പത്തിക സഹായം, അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ റോഡുകളിലും ട്രാഫിക്കുകളിലും ട്രെയിനുകളിലും ഒക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഭിക്ഷ എടുക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള നീണ്ടകരയിലാണ്. ഇവിടെ ഞാൻ അദ്രജ പണിക്കർ എന്ന് പറയുന്നുള്ളൊരു
വ്യക്തിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അദ്രജ പണിക്കർ ആരാണെന്നല്ലേ? ഭരതനാട്യം കലാകാരിയും അധ്യാപികയും ആക്ടിവിസ്റ്റും ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമാണ്. ഇതുകൂടാതെ 2018 നട്വാർ ഗോപികൃഷ്ണ നാഷണൽ അവാർഡ് ജേതാവ് കൂടിയാണ്. 2019 ഇതേ കമ്മിറ്റിയിൽ തന്നെ ജൂറി മെമ്പറായിട്ട് വരാൻ ഭാഗ്യം ലഭിച്ച ഏക മലയാളി ട്രാൻസ്ജെൻഡർ വുമൺ കൂടിയാണ്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളിൽ ജഡ്ജായിട്ടിരിക്കാനുള്ള ഭാഗ്യവും ഈ ട്രാൻസ്ജെൻഡർ വുമണിനാണ് ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം, അദ്രജ പണിക്കരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. पताकस् त्रिपताको अर्धपताक कटकामुखः मुष्टिश्च सूची चन्द्रकला हंसपक्षकः संयुतहस्तानाम् अष्टविंशतिरीरिता. ഇതാണ് ഞാൻ പറഞ്ഞ അദ്രിജ മാം. അപ്പം നമുക്ക് അദ്രിജയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇത് ഏത് സ്ഥലം? ഇത് വന്നിട്ട് നീണ്ടകരയാണ്. ചവറയ്ക്കും നീണ്ടകരയ്ക്കും ഇടയിലുള്ള സ്ഥലം. ഇപ്പൊ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ നമ്മൾ കൊല്ലത്ത് ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. നേരത്തെ ചവറയിൽ ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഇവിടെ 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അദ്രിജയുടെ സ്ഥലം, യഥാർത്ഥ സ്ഥലം എവിടെയാണ്? ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രംകാരിയാണ്, തിരുവനന്തപുരമാണ്, കോവളം. അവിടെ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ. ഡാൻസ് കൊച്ചുനാൾ തൊട്ടേ പഠിക്കുന്നുണ്ടായിരുന്നു? വളരെ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. പ്രൊഫഷനാക്കിയിട്ട് ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. 10 വർഷമായിട്ട് പ്രൊഫഷനായിട്ട് ചെയ്തു. ഇതല്ലാതെ ഇപ്പൊ ഈ ഡാൻസ് എന്നുള്ളൊരു മേഖലയല്ലാതെ വേറെ എന്തിലൊക്കെയാണ് ഉള്ളത്? മെയിൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നൃത്തം തന്നെയാണ്. നൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നൃത്തത്തിന് സാഹിത്യം എഴുതുന്നുണ്ട്, കൊറിയോഗ്രഫി, പെർഫോമൻസ്, ക്ലാസ്. പിന്നെ അതുകൂടാണ്ട് സാമൂഹിക നീതി വകുപ്പിലെ റിസോഴ്സ് പേഴ്സൺ പോലെ നമ്മൾ കോളേജുകളും വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അവയർനെസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഈ സാമൂഹിക ഇത്? അതൊന്ന് വ്യക്തമാക്കാമോ? അതായത് ജെൻഡർ പൊളിറ്റിക്സ്, അതായത് മനുഷ്യരെല്ലാവരും ഈക്വൽ ആണ് എന്ന് നമ്മൾ ഒരു അടുത്തൊരു ജനറേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് ഈ കതിരിന്മേൽ വളം വയ്ക്കുക എന്നതിലുപരി കുട്ടികളെ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു ബോധ്യം, ലിംഗഭേദങ്ങൾക്കന്യേ മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്, ഒരു തുല്യമായി അവരെ കാണണം എന്നൊരു ബോധം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം എന്നൊരു ഇതോടു കൂടിയിട്ട് കേരള സർക്കാർ ഒരു പ്രിസം എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു അവയർനെസ് ക്ലാസ്. അപ്പം അതിൽ പ്രധാനമായും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അതാണ് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇത് കോളേജുകൾ മാത്രമാണോ? ഇപ്പൊ നിലവിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു കൂടി നടത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇവരും ഉണ്ട് എന്നുള്ളത് അത് സാധാരണ ഇടയിലേക്ക് വരണം. അതായത് ഇപ്പോൾ ഒരു സ്കൂൾ എന്ന് നോക്കാം, അവിടെ സ്വീപ്പർ ജോലി മുതൽ അധ്യാപികമാർ മുതൽ ഇവൻ അധ്യാപികയായിട്ട് വരെ പോകാൻ കഴിവുള്ള ആൾക്കാരുന്നുണ്ട്. പക്ഷെ അധ്യാപകരെ അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ അധികം. ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ പോലും നമ്മൾ കാണുന്നത് അവർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർവതി എന്ന് പറഞ്ഞാൽ. പാർവതി പോസ്റ്റ് വുമൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാർവതി ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ഇങ്ങനെ മുൻധാരയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമെന്ന് ഒരുപാട് ഇത് ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്നുവെച്ചാൽ ഒരിക്കലും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു ആൾ അങ്ങനെ ആയിട്ടല്ല ജനിക്കുന്നത്. അവരുടെ തെറ്റുകൊണ്ടല്ല അവരൊരിക്കലും ഇങ്ങനെ ആവുന്നത്. അപ്പോൾ അവർ സമൂഹത്തിൽ അവർക്കും ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതെന്തായാലും നമ്മുടെ ഇടയിലുള്ള ഇനി വളർന്നു വരുന്ന തലമുറ അത് അറിയുക തന്നെ വേണം, മനസ്സിലാക്കുക തന്നെ. അതെ, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നോട് പലപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ദുബായിലുള്ള വേറൊരാളുമായിട്ടും. പുള്ളിയെ ഒരുപാട് ആക്ഷേപങ്ങൾ, പക്ഷെ അത്
ചിലർക്കൊക്കെ ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വരാനും ഇല്ലെങ്കിൽ സമൂഹം പറയുന്നത് കേട്ടാൽ പോലും അതിനെ എതിർത്ത് നിൽക്കാനും ഒക്കെ ഉള്ള ശക്തിയുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. ഇല്ല, അതല്ലേ ശരിക്കും ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒരുപാട് പേർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതായത് അവസരങ്ങൾ നൽകപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവസരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതായത് ഇപ്പോൾ എനിക്കൊരു ഡാൻസ് പ്രൊഫഷനിലേക്ക് വരാൻ സാധിച്ചതുപോലെ അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള മേഖലകളിലേക്ക് ആ അവസരങ്ങൾ തുറക്കപ്പെടണം. അതിപ്പോഴും ട്രാൻസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ പലയിടത്തും അടയുക തന്നെയാണ്. ഇതിപ്പോ എന്റെ ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്. അല്ല, ഇപ്പൊ അദ്രിജയ്ക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡാൻസ് പഠിക്കാനും ഒക്കെ ഉള്ള സപ്പോർട്ട് ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നോ? ഞാൻ ഡാൻസ് പഠിക്കുന്നത് വളരെ ചെറിയ പ്രായം മുതലാണ് പഠിക്കുന്നത്. അത് ഫാമിലി തീർച്ചയായിട്ടും വീട്ടുകാരാണല്ലോ പഠിപ്പിക്കുന്നതൊക്കെ. പിന്നീട് ഇവിടുത്തെ ക്ലാസ് നടക്കുന്ന സമയത്താണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഭാഗ്യം എന്നതുപോലെ ഇവിടുത്തെ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്തു, കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സമൂഹം നിൽക്കുമ്പോഴാണ് ഏതൊരു പേഴ്സണും ഉയരാൻ പറ്റാന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് കറക്റ്റ് ആണ്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് പറ്റില്ല. ഒരു സമൂഹം എന്ന് പറയുന്നത് കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ അക്കാഡമിയിലെ പാരൻസ്, കുട്ടികളൊക്കെ എൻ്റെ കൂടെ നിന്നു. അന്ന് പഠിച്ചിട്ടുള്ളവരൊക്കെ ഇന്നും കൂടെയുണ്ട്. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇന്നും നിൽക്കാൻ പറ്റുന്നത്. വീട്ടുകാർ സപ്പോർട്ടാണോ ഇപ്പോഴും? തീർച്ചയായും അതും മറ്റൊരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം പറഞ്ഞപ്പോൾ തന്നെ അമ്മയാണ് ഫാമിലി. അച്ഛൻ മരിച്ചുപോയി. അമ്മ വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നു, ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. ഒരുമിച്ചാണ്, വീട്ടിലാണ്. അങ്ങനെ വേണം. കാര്യം എന്താ വെച്ചാൽ പലർക്കും ഒരു അബദ്ധങ്ങൾ പറ്റുന്നതിൻ്റെ കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞല്ലാണ്ടാവുന്നില്ല, എൻ്റെ മകനോ മകളോ അല്ലാണ്ടാവുന്നില്ല. മകനായി ജനിച്ചു, ആ സ്വത്വബോധം എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടി ജീവിക്കുമ്പോൾ നമ്മൾ കൂടെ ചേർത്ത് നിർത്താൻ പറ്റണം. അതാണ് ഒരു രക്ഷകർത്താവ്. ഞാൻ പുറത്തേക്ക് വരുന്ന എല്ലാ കുട്ടികളുടെയും പാരൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വളരാൻ പറ്റും. അതേസമയം നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടുമ്പോഴത്തേക്കും വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പല ദുരിത ഘട്ടങ്ങളിൽ കൂടിയിട്ട് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ചേർത്ത് നിർത്തുക, വീട്ടുകാർ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അല്ല, അതൊരു സത്യസന്ധമായ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്ക് ഒന്നുമില്ല, ഫാമിലി ഇല്ല, അവർക്ക് ജീവിക്കാനൊരു വരുമാനമില്ല, ഒരുപാട് ചൂഷണം ചെയ്യും. അപ്പം അവർക്ക് പിന്നെ നമുക്കിപ്പം ആത്മഹത്യ ചെയ്യാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്നില്ല. പലരും ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ അവരെല്ലാവരും പറയുന്നതാണ് പലവട്ടം ആത്മഹത്യക്ക് ഇവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും എവിടെ പോകണം, പാർവതി എന്നോട് പറഞ്ഞതാണ്, ഏത് റോയിൽ നിൽക്കണം എന്ന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവരും സമൂഹത്തിലുള്ളവരല്ലേ, അപ്പം നമ്മൾ കൂടെ ചേർത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പകുതി പ്രശ്നം സോൾവ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 10 വർഷം മുൻപ് കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. ആഫ്റ്റർ ഈ നൽസ ജഡ്ജ്മെൻറ്റിൻ്റെയും 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ടിനൊക്കെ ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം വികസിക്കുന്നു എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് അവിടെ കുറേ ബിൽഡിംഗ് പണിയുമ്പോഴോ അല്ലെങ്കിൽ പാലങ്ങൾ പണിയുമ്പോഴോ റോഡുകൾ പണിയുമ്പോഴോ അതിലൊന്നിലുമല്ല, അല്ലെങ്കിൽ കുറേ ആർമി ഫോഴ്സ്, അതല്ല ഒരു രാജ്യത്തിൻ്റെ വികസനം. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടത്തെ മനുഷ്യരെല്ലാവരും തുല്യരായി ട്രീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. അത് ജാതി മത വർഗ വർണ്ണ ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരെയും തുല്യരായി നീതിയും നിയമവും ഒക്കെ അവർക്ക് ലഭ്യമാക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കുന്നത്. അപ്പം അങ്ങനെ വികസിക്കാൻ സാധിക്കണം, ഒരുമിച്ച് വികസിക്കാൻ സാധിക്കണം എല്ലാവർക്കും. ഒരു വലിയ വാല്യൂഡ് പോയിന്റാണ് ശരിക്കും.
പ്രത്യേകിച്ചും ഇനിയുള്ള കാലഘട്ടം. അതെ, ഇനിയുള്ള നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ അബ്യൂസീവായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങി സ്വയം ഞാനൊരു ടോക്സിക് ആണ് അല്ലെങ്കിൽ ഞാനൊരു അനിമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖമില്ലാത്ത കുറേ മനുഷ്യർ ക്യൂർ മനുഷ്യർക്കെതിരായിട്ട് മനുഷ്യത്വ വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുഖമില്ലാത്ത നമ്മുടെ സ്വത്വബോധം പറഞ്ഞ് സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റിയോടുകൂടി ജീവിക്കുമ്പോൾ മുഖമില്ലാത്ത കുറേ മനുഷ്യർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. തെറ്റുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ബട്ട് വി കാൺ ജനറലൈസ്. ഇപ്പോൾ ഗോവിന്ദചാമി എന്നൊരു മനുഷ്യൻ ഒരു പെൺകുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാ ഗോവിന്ദചാമി എന്ന പേരുള്ള എല്ലാവരെയും ബാധിക്കില്ല. അത് പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ സമൂഹം പേരിനകത്ത് പോലും ഇപ്പോ പക്ഷെ അത് സ്ത്രീ പുരുഷ എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഒരു ബൈനറി കൺസെപ്റ്റിൽ വന്നാൽ അങ്ങനെ ഒരു ജനറലൈസേഷൻ ഇല്ല സത്യം പറഞ്ഞാൽ. ബട്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് വരുമ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റിനെ മൊത്തത്തിൽ എല്ലാവരും എന്ന രീതിയിൽ പറയുന്ന ഒരു ഇതുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ വളരെ മോശമായ കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ മനുഷ്യരായി വളർത്താൻ സാധിക്കണം. ടോക്സിക് അനിമൽസ് ആയിട്ടല്ല, മനുഷ്യരായി വളർത്താൻ സാധിക്കണം എന്നുള്ളതാണ്. സ്വന്തം സഹപാഠി, കൂടെ ഇരിക്കുന്ന സഹപാഠി, ആ സഹപാഠിക്കൊരു ആൺകുട്ടിയാണെങ്കിൽ ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് മാസ്കുലിൻ ആയിട്ടാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് മനുഷ്യനാണ്, നമ്മുടെ സഹപാഠിയാണ്, ഞാനും ആ കുട്ടിയും തമ്മിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇതുപോലുള്ള ടോക്സിക് അനിമൽസിൻ്റെ പോസ്റ്റുകളും ഇത്തരം സിഗ്മ എന്നൊക്കെ അങ്ങനെയുള്ള അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഒരിക്കലും. നമ്മുടെ കുട്ടികൾ അത്തരം ടോക്സിക് എന്ന് പറയുന്ന വിഷമാണ്. നമ്മൾ ഈ വിഷത്തിലേക്ക് ഒരിക്കലും നമ്മുടെ കുട്ടികളെ വിടരുത്. നമ്മുടെ കുട്ടികളെ കൂടെ നിർത്തേണ്ടത് മനുഷ്യത്വത്തിൻ്റെ കൂടെയും സാഹോദര്യത്തിൻ്റെ കൂടെയും നന്മയുടെ കൂടെയുമാണ്. അപ്പോൾ അത് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അദ്രേജ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ വീട്ടിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഈ അടുത്തൊരു തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പൊ അദ്രജയ്ക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു മോശം അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് വലിയ ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് പറയുന്നില്ല, പക്ഷെ എന്തോ എൻ്റെ ലൈഫിൽ സ്കൂളില് കോളേജിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടലൊന്നുമില്ല. നമ്മുടെ സഹപാഠികളുടെ ഭാഗത്തുനിന്ന് കളിയാക്കലുകളും കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവരെൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അതൊരു അറിയാത്ത പ്രായത്തിൽ അവർ പറഞ്ഞു. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സഹപാഠികളെ ബുള്ളി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരെന്നോട് അങ്ങനെ ഒരു കളിയാക്കൽ എന്നുള്ള ഒരു സമീപനം എടുത്തിട്ടുണ്ട്. അന്ന് ഒരുപാട് വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് അവരൊക്കെ നല്ല സുഹൃത്തുക്കളുമാണ്. ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും അന്ന് ഒരുപക്ഷെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഈ ബുള്ളി ചെയ്തവരൊക്കെ ഇന്ന് നല്ല അദ്രിജയെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അന്ന് ഇതുപോലെ ഇപ്പോ ആ ഒരു രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ ലവ് ആണെന്ന് പറയുമോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ അനുഭവം ഇല്ല. ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജുകളും കമന്റുകളും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് നേരിട്ട് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഫിലിമിലേക്ക് വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ മേഖലയല്ല. ആരും വിളിച്ചിട്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മേഖലയല്ല. ഇപ്പൊ എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ വിദേശത്തൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് വിദേശത്ത് പോയിട്ടുണ്ട്, പ്രോഗ്രാമുകൾക്കായിട്ടും ജഡ്ജ്മെന്റിനായിട്ടും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? ഇവിടെ നമുക്ക് കുറച്ച് കുട്ടികളുണ്ട്. ഇപ്പൊ എല്ലാവരും ഇല്ല, എങ്കിലും കുറച്ച് കുട്ടികളുണ്ട്. നിങ്ങൾക്കൊക്കെ ടീച്ചറെ ഇഷ്ടമാണോ? ആണോ? ടീച്ചർ നല്ലതാണോ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണോ?
അല്ലേ? അല്ല, ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർജറി ആവശ്യമാണ്. ഈ സർജറിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഒരു സ്ത്രീയായി ജീവിക്കാൻ നമുക്കൊരു സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് പറയുന്നത് സർജറി ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ സർജറി കഴിഞ്ഞതാണോ എന്നുള്ളൊരു ചോദ്യമേ ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെന്താണോ ആ രീതിയിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് തന്നെ ജെൻഡർ എന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഞാനൊരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു സ്ത്രീയാണ്. അതിന് എൻ്റെ സർജറി കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂകൾ കാണുമ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണെങ്കിൽ അവരോട് ചോദിക്കാനുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞോ, സെക്സ് വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഈ 2 ക്വസ്റ്റ്യൻ മസ്റ്റാണ്. ചോദിക്കരുത് ദയവ് ചെയ്ത്. കാരണം നിങ്ങൾ എന്താണ് ഒരു 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 സർക്കിളിനുള്ളിലാക്കുകയാണ് ഈ കമ്മ്യൂണിറ്റിയെ വീണ്ടും വീണ്ടും. ഇന്റർവ്യൂസിൽ കൂടിയിട്ട് ഇപ്പം നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു സിനിമാ നടൻ മോഹൻലാലിനെ നിങ്ങൾ കാണുന്നു, പോയിട്ട് അവരോട് ഈ ചോദ്യം ചോദിക്കൂ. പുരുഷന്മാര് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമാ നടി ഏതെങ്കിലും ഒരു ആക്ട്രസിനെ കാണുന്നു, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കൂ. ആരും ചോദിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ജനറലൈസ് ചെയ്യാണ് അവിടെ. അപ്പൊ അതുപോലെ തന്നെ സർജറി, സൗന്ദര്യവർദ്ധക സർജറികൾ ആരൊക്കെ ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, സക്സസ് ആവുന്നുണ്ട്, ഫെയിൽ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ, അറിയാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. പിന്നെ സർജറി ചെയ്യണമോ എന്നുള്ളതിനെ ഒരു ചോദ്യമായി ചോദിച്ചാൽ അത് ഓരോ വ്യക്തിയുടെ വ്യക്തി താല്പര്യമാണ്. ഇപ്പോൾ എനിക്ക് സർജറികൾ ചെയ്ത് ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ, എൻ്റെ ശരീരം അത് ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യും, ഞാൻ ചെയ്യണം, ഞാൻ ചെയ്ത് ജീവിക്കും. ഇനി മറ്റൊരു വ്യക്തിക്ക് എനിക്ക് സർജറി ചെയ്യേണ്ട, എൻ്റെ ശരീരത്തിൽ ഞാൻ സംതൃപ്തയാണ്, ബട്ട് ഞാനൊരു സ്ത്രീയാണ് എന്ന് സ്വയം ഡിക്ലെയർ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ അവരുടെ ആ സ്വത്വബോധത്തോടു കൂടി നമ്മൾ അവരെ അംഗീകരിക്കണം. ഇതാണ് സർജറിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സർജറി എന്ന് പറയുന്നത് ഈ ഒരു മെയിൽ ടു ഫീമെയിൽ സർജറി ആയാലും ഫീമെയിൽ ടു മെയിൽ സർജറി ആയാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർജറിയാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായി ഒരു നല്ലൊരു ഡോക്ടറെ കാണുക, കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുക. സർജറി ചെയ്യണം, അവർ സർജറി ചെയ്തു സോ ഞാനും പോയി സർജറി ചെയ്യാം എന്ന് വിചാരിച്ച് ഒരിക്കലും പോയി ചെയ്യരുത്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്. നമ്മൾ ചെയ്യുന്ന സർജറിയെക്കുറിച്ച് പഠിക്കണം. ആ സർജറിക്ക് മുമ്പ് നമ്മുടെ ശരീരത്തിനെ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പഠിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യണം. നല്ലൊരു ഡോക്ടറെ, എക്സ്പേർട്ടായൊരു ഡോക്ടറെ തന്നെ കണ്ട് അതിൻ്റെ ഉപദേശങ്ങൾ തേടണം. അതിനുശേഷം മാത്രം നിങ്ങൾ സർജറിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ അദ്രിജ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണെങ്കിലും അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറോ അത് വുമണോ മെന്നോ ആരായാലും അവരുടെ ജെൻഡർ അല്ല പ്രധാനം. അവരെ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മളും ഇപ്പോഴത്തെ ഈ ആധുനിക സമൂഹത്തിലോട്ട് നമ്മളും എത്തുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും പഴയ കാലത്താണ്. അതാദ്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എത്രത്തോളം ഈ മോശം ഇവരെ പറയുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മോശം കമൻറ്റ് കൊടുക്കുന്നു, നിങ്ങളൊക്കെ വീണ്ടും 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 പഴയ കാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്രത്തോളം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണെന്നേ നമുക്ക് പറയാൻ പറ്റും. അല്ല, ശരിക്കും അതാണ് കറക്റ്റ്. ഇപ്പം നമ്മളെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാളെ പ്രേമിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പൈസയില്ല, സാമ്പത്തികമില്ല. ചിലപ്പോൾ നമ്മൾ ആ പ്രേമിക്കുന്ന സമയത്ത് ആൾക്കാർ പല രീതിയിലും പലതരത്തിലും നമ്മളോട് ഇടപെടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരി അവൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് മാറുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ പണത്തിനെയോ ഇതിനെയോ ഒന്നുമല്ല, നമ്മൾ മെന്റലി അവരുമായിട്ട് അടുക്കുമ്പോഴാണ് ശരിക്കും ഒരു റിയൽ പ്രണയം ഉണ്ടാവുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെയും ഇപ്പോൾ അദ്രിജ പറഞ്ഞതിൻ്റെ മീനിങ്. ഈ മാറ്റം ഈ കുട്ടികൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊനൗൺസ് പഴയതും പുതിയതും മാറ്റാൻ. പക്ഷേ കുട്ടികളായാലും പാരൻസ് ആയാലും വളരെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് മാറി എന്നുള്ളതാണ്. അതിലുപരി എന്നെ ഞാനായിട്ട് എല്ലാ കുട്ടികളും എല്ലാ പാരൻസും അംഗീകരിച്ചു.
അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇവിടെ ഒരു ക്ലാസ് അതെ ഇത്രയും കുട്ടികളുമായി ഇവിടെ പേരൻസും അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതെ തീർച്ചയായിട്ടും പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്താലേ കുട്ടികൾ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്തു. അത് നിങ്ങൾ നോക്കുമ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമാണ്. ഒരു വലിയ സിറ്റി ഒരു എക്സ്പോഷർ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല, കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു നാട്ടിൻ പ്രദേശമാണ് ഇത്. ഈ പാരന്റ്സ് മാത്രമല്ല, ഇവിടെ ഈ നാട്ടുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോലെ, എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. ഇവിടുത്തെ അമ്പലങ്ങളായാലും വീടുകളിലായാലും ഒക്കെ അത്രയും സ്വീകാര്യതയുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞ് ആ ഒരു സ്വീകാര്യതയുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഫ്യൂഷൻ ഡാൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് സ്റ്റേജ് പെർഫോമൻസ് കൂടുതൽ നടക്കുക. അപ്പോൾ ആ രീതിയിലും ചെയ്യാറുണ്ടോ? അല്ല, നമ്മുടെ ഓരോ സ്ഥലത്തെ വേദികൾ അനുസരിച്ച് നമ്മൾ ഇപ്പം നമ്മൾ മൈസൂർ ഒരു പെർഫോമൻസ് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു ഐറ്റം കന്നഡ ലാംഗ്വേജിലുള്ള ഒരു ഐറ്റം ചൂസ് ചെയ്യും. ഇപ്പം ആന്ധ്രാപ്രദേശിലാണെങ്കിലോ ഞാനൊരു തെലുങ്ക് പീസ് എന്തായാലും അതിനകത്ത് ഉൾപ്പെടുത്തും. കേരളത്തിലാണെങ്കിലും മലയാളം. ഇപ്പം ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു തമിഴ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. പക്ഷെ തെലുങ്ക്, സാൻസ്ക്രിറ്റ്, കന്നഡയൊക്കെ വരാറുണ്ട്. മലയാളം പലപ്പോഴും ഒഴിവാക്കപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ പെർഫോമൻസിൽ, കേരളത്തിലുള്ള പെർഫോമൻസിൽ മസ്റ്റായി ഒരു മലയാളം പദമോ കഥകളി പദം എന്തെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് ആലോചിക്കുക. അതായത് ഭരതനാട്യം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടാണ്ട് നമുക്കതിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ സാധ്യമാണ്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്യുവർ കച്ചേരി പാറ്റേണിലൊരു പെർഫോമൻസ് ആണ് ആവശ്യമെങ്കിൽ അവിടെ അങ്ങനെയും, അല്ലാതെ ഒരു കൺസെപ്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെക്സ്റ്റ്, ഒരു എന്തെങ്കിലും ഒരു തീമാറ്റിക് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാറുണ്ട്. ഓഡിയൻസ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനർ ആണല്ലോ. അങ്ങനെ നമ്മൾ അത് കൊടുക്കാൻ സാധിക്കണം, അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ കന്നഡ, തെലുങ്ക്, ഇങ്ങനെ ഈ ലാംഗ്വേജ് ഒക്കെ അറിയോ? നമുക്ക് നൃത്തം എന്ന് പറയണത്, നാട്യശാസ്ത്രം എന്ന് പറയണത് തന്നെ എല്ലാം ഉണ്ടെന്നാണ്. അതായത് നദജ്ഞാനം, നദശില്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ശ്ലോകം പറയുന്നില്ല, എല്ലാം ഇതിനകത്തുണ്ട്. അതായത് ശാസ്ത്രമുണ്ട്, ഭാഷയുണ്ട്, ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്. നാട്യം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു കൊളാബറേഷനാണ്. സോ നമ്മളൊരു ബീങ് എ ഡാൻസർ എന്ന് പറയുന്നത് നോട്ട് ഓൺലി എ ഡാൻസർ. നമുക്ക് ലാംഗ്വേജുകൾ ഭയങ്കരമായി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞില്ലെങ്കിലും ആ ഒരു ലാംഗ്വേജിനൊരു സെൻസ് ഉണ്ടാവണം, മ്യൂസിക് സെൻസ് ഉണ്ടാവണം, എഴുത്ത് സാഹിത്യത്തിൽ കഴിവുണ്ടാവണം, ഈവൻ ഒരു കോസ്റ്റ്യൂം സെൻസ് ഉണ്ടാവണം, നമുക്ക് ഡ്രസ്സുകൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം, പാട്ടിൽ സംഗീതത്തിലൊരു സെൻസ് ഉണ്ടാവണം, സ്റ്റേജ് മാനേജ്മെൻറ്റ് സെൻസ് ഉണ്ടാവണം, ലൈറ്റ് ടെക്നോളജി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു നോളജ് ഉണ്ടാവണം. എങ്കിലേ ഒരു പെർഫെക്റ്റ് ഒരു ഡാൻസർ എന്നുള്ള ഒരു കോമ്പിനേഷൻ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ നമ്മളെല്ലാം പിന്നെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് എങ്ങനെ സ്റ്റേജ് പെർഫോം ചെയ്തോ അതുപോലെയല്ല ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ അപ്ഡേഷൻസിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേജ് പെർഫോമൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനത് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് വലിയൊരു ഇഷ്യൂ വന്നതാണ് നമ്മുടെ മോഹിനിയാട്ടം ആണുങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പം ഭരതനാട്യം അവതരിപ്പിക്കുന്നത് ഇതുപോലൊരു ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ആക്ഷേപങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിലുള്ളവരുടെ ഇടയിൽ നിന്നും? ഈ ഇപ്പോൾ ഇതുപോലെ തന്നെ ഡാൻസ് പ്രൊഫഷനാക്കി കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും അതിർജയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കലയ്ക്ക് ആത്യന്തികമായിട്ട് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം വേർഡാണ്, ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാത്തതാണ് കല എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അക്സെപ്റ്റൻസ് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ട്രാൻസ് പേഴ്സൺ വേദിയിൽ നൃത്തം ചെയ്യുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതുപോലെ പലതരം ചിന്താഗതികളുള്ള ആൾക്കാരുണ്ടാവും, പലതരം ആശയങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ആശയങ്ങളൊക്കെ പറയാൻ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മൾ പക്ഷേ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതിനെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് താളിയോല മ്യൂസിയം ഉണ്ട്. അവിടെ പക്ഷേ പണ്ട് കാലത്ത് രാജാവ് തന്നെ പറഞ്ഞിരുന്നു ആണുങ്ങളായിരുന്നു ആദ്യം മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. അവിടെ തെളിവ് സഹിതം
ഉണ്ട്, ആണുങ്ങളായിരുന്നു തുടങ്ങിയിരുന്നത് എന്നുള്ളത്. അത് ഞാൻ അപ്പോൾ അത് എടുത്തു പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്കതിനകത്ത് എനിക്ക് സങ്കടം തോന്നിയത് ഒരാളുടെ രൂപം നമ്മളാരും നമുക്കിപ്പോൾ ജനിക്കുമ്പം ചിലർക്ക് ഭംഗി ഉണ്ടാവാതിരിക്കാം, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. ഈ സൗന്ദര്യമൊക്കെ പോകാൻ ഒരു നിമിഷം മതി. നമുക്ക് ഇപ്പം നമ്മൾ തന്നെ പറയും ആസിഡ് അറ്റാക്ക് ഇങ്ങനെയൊക്കെ വരുന്ന എത്രയോ സുന്ദരികളായിട്ടുള്ള കുട്ടികളാണ് ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നവരാണ്. അപ്പം നമ്മൾ അങ്ങനെ സമൂഹത്തിന് മുന്നിൽ ആക്ഷേപിക്കരുത്. അല്ല, സൗന്ദര്യം എന്നതൊന്നും ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ ഈ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് വേണം എന്നുള്ളതാണ് സത്യം. നമ്മൾ എത്ര തന്നെ നമ്മൾ സൗന്ദര്യം എല്ലാം സൗന്ദര്യത്തെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലം നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സാധനമുണ്ട്. ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു എന്ന് വിചാരിക്കാം, കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ, ഇച്ചിരി ഉരുണ്ട തടിച്ച ശരീരത്തോടു കൂടിയുള്ള ഒരു മനുഷ്യൻ നടന്നു വരുമ്പോൾ ഒരു ആനയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ആ മനുഷ്യൻ നടന്നു വരികയാണ്, നമ്മൾ ചിരിക്കില്ലേ? ചിരിക്കില്ലേ? ബോഡി ഷെയ്മിങ് ആണത്, അല്ലേ? അതെ. നമ്മൾ അതേ സാധനം നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, ആ രൂപത്തോട് സാമ്യമുള്ള ഒരു രൂപം, തൊലിക്ക് കറുത്ത നിറമുള്ള ഇച്ചിരി ശരീരത്തിന് തടിയുള്ള ഒരാള്, അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കോവർക്കർ ആവട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സഹപാഠി ആവട്ടെ വരുമ്പോൾ അത് ആലോചിച്ച് നമുക്ക് അയാളെ കാണുമ്പോഴും ചിരി വരില്ലേ? ഇനി പോട്ടെ, നമ്മൾ കുറേ നാളായി നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് കാണുമ്പോൾ അയ്യോ കറുത്തങ്ങ് ക്ഷീണിച്ച് മെലിഞ്ഞ് കറുത്തു പോയല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ ബോഡി ഷെയ്മിങ് ആണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വളരെ കുഞ്ഞുനാൾ മുതൽ രൂഢമൂലം അടിച്ചേൽപ്പിച്ച ഒരു സൗന്ദര്യ സങ്കല്പം, സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പം ഉണ്ട്. നമ്മൾ കല്യാണപ്പെണ്ണ് എന്തിനാണ് ഇത്രയും അണിഞ്ഞൊരുങ്ങി ഇത്രയും ആഭരണമിട്ട് ഇങ്ങനെ ഇത്രയും വില കൂടിയ പട്ടുസാരി ഉടുത്ത് പോകുന്നത്? അപ്പൊ ഈ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. നമ്മളത് ഇല്ല എന്ന് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും എല്ലാ മനുഷ്യരുടെ ഇടയിലും ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ പ്രതികരിച്ച പല വ്യക്തികളെയും എനിക്ക് പേഴ്സണലി അറിയുന്നവര് ഈ പറയുന്ന സൗന്ദര്യ സംരക്ഷണവും സൗന്ദര്യ വർദ്ധകവുമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ്. അല്ല, അത് ശരിയാണ്. ഇപ്പൊ നമ്മള് ഒരു നായക സങ്കല്പം എപ്പോഴും ഒരാളായെങ്കിൽ മാത്രമേ നമ്മളെ നായകനാക്കൂ, അല്ലെങ്കിൽ നായികയ്ക്ക് ഇങ്ങനെ ഒരു രൂപമുണ്ടാകും. ഇനി തന്നെ നമ്മളൊരു കറുത്ത നായിക വേണമെങ്കിൽ വെളുത്ത നായികനെ കറുത്ത പെയിന്റ് അടിച്ചാണ് അവതരിപ്പിക്കുക. അത് ഇനി അടുത്ത കാലത്തൊന്നും മാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആഡ് കണ്ടാലും ഒക്കെ അതിനകത്ത് നിൽക്കുന്ന മോഡലാണെങ്കിലും ശരി, അത്രയും അവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇതായി പോകുന്ന ആൾക്കാർ. ഇതാണ് കുട്ടികളിലാണെങ്കിൽ ഇതാണ് ഒരു സ്ത്രീ രൂപം, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇങ്ങനെ ആവണം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ഇവരൊരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇപ്പൊ ആൺകുട്ടികൾ വിചാരിക്കുന്ന ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ. ചിലർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡിവോഴ്സിലോട്ട് പോകുന്ന കേസുകളും ഉണ്ട്. അപ്പൊ അത് അത്രത്തോളം ആ പറഞ്ഞൊരു കാര്യം ശരിക്കും കറക്റ്റാണ്. നമ്മൾ പലതരത്തിലും നമ്മളെ തന്നെ ബോഡി ഷേമിങ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും എല്ലാവരും പോയി എന്തിനാണ് ഇത്രയും വില കൂടിയ സർജറികൾ, കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഡെർമറ്റോളജിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അവര് എത്ര ലക്ഷം രൂപ മുടക്കണമെന്ന് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും മുടക്കും. പക്ഷെ ഒരാൾക്കൊന്ന് വയ്യ 10 പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കൊടുക്കും? അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് വേണ്ടിയിട്ട് ഡാൻസിന് എന്തെങ്കിലും അല്ല ഫ്യൂഷൻ ഇപ്പം പറഞ്ഞല്ലോ പലതരത്തിൽ ഉള്ള ഓഡിയൻസ് ആണെന്നുള്ളത്, അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാം. ാണ് അദ്രജ ടീച്ചറും കുട്ടികളും. അപ്പൊ നമുക്ക് കുട്ടികളോടൊക്കെ ചോദിക്കാം ടീച്ചർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ടീച്ചർ? അടിപൊളിയാണോ? ടീച്ചറെ എല്ലാവർക്കും ഇഷ്ടമാണോ?
ആണോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ആണോ? എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് കേട്ടോ, LKG-ലായിട്ടേ ഉള്ളൂ. മോളുടെ പേരെന്താ? അനിക. അനിക. എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട് ക്ലാസ്സിന്? 3 നാളായി. 3 നാളായിട്ട്. എന്താ മോള് പഠിച്ചത്? തട്ടടവ്. തട്ടടവ്. പാട്ട് പാടാൻ അറിയോ? ഒന്ന് പാടിക്കോ ഒരു 2 ലൈൻ. കാക്കേ കാക്കേ കൂടവിതെ കൂട്ടിലകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് ചീച്ച കൊടുക്കാന് കുഞ്ഞ് കറന്ന് കജിച്ചില്ല. ആ മിടുക്കി. പേരെന്താ? ഷാരിക. എത്ര നാളായിട്ട് ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്? ഞാൻ ഇവിടെ ഈ കഴിഞ്ഞ വിജയദശമി തൊട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് പുതിയ ടീച്ചർ? ടീച്ചർ നല്ല ടീച്ചറാണ്. എന്റെ 3 വർഷമായിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, അനാമികയുടെ അമ്മയാണ്. അപ്പൊ മോളാണ് ആദ്യം ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പൊ മോള് നന്നായിട്ട് കളിക്കുന്നത് കൊണ്ടാണ് അമ്മയും ഇവിടെ വന്നതെന്ന് വിചാരിക്കല്ലേ. പിന്നെ പേര് പറഞ്ഞോ? അനാമിക. മോളുടെ പേരെന്താ? നന്ദിനി. ശിവ നന്ദിനി. മോളെ പറഞ്ഞു. മോളുടെ പേരെന്താ? പവിത്ര. മോളുടെ പേര്? ദേവനന്ദ. ദേവതീർത്ഥ. ദേവ തീർത്ഥ. തീർത്ഥ. പല്ല് പോയില്ലേ? മിഠായി കൂടുതൽ കഴിക്കോ? ദിയ. വൈഗ. സരയു. ഗൗരി. സജിന. വർഷ. മാളവിക. അതിഥി. അഷ്ടമി. പ്രാർത്ഥന. പ്രാർത്ഥന ഏത് ക്ലാസ്സിലാ? ഞാൻ +2. പിന്നെ ഇവിടെ എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഇവിടെ 3 വർഷം. 3 വർഷമായിട്ട്. എങ്ങനെയുണ്ട് ടീച്ചർ? ടീച്ചർ നല്ലേ. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. അല്ലാതെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ വലുതായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഉണ്ട്, മത്സരിക്കാൻ പോവാറുണ്ട്. കുട്ടികളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിലും കൂടുതൽ പഠിക്കാനാണ്, അതിനാണ് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ. മോളുടെ പേര്? ഗൗരി. ഗൗരി. പറഞ്ഞു. നന്ദ. നന്ദ. നന്ദന. നന്ദന. മോള് പറഞ്ഞു. മോള് ഏത് ക്ലാസ്സിലാ? കൈക്ക് എന്തോ പറ്റി? ഡാൻസ് കളിച്ച് വീണതാണോ? അല്ലല്ലോ. മോള് ഏത് ക്ലാസ്സിലാ? 7. അപ്പൊ ഇനി എല്ലാവരും കൂടി നമുക്ക് വേണ്ടിട്ടൊരു എന്ത് പെർഫോമൻസാ ചെയ്യാൻ പോകുന്നത്? ഓക്കെ. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ? ഇപ്പൊ എല്ലാ തരത്തിലും ഒരു പെണ്ണാണ്. ഇപ്പൊ നമ്മുടെ സമൂഹം എപ്പോഴും ഒരു വിവാഹം എന്നുള്ളത് എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ്. അതുപോലെ തന്നെ അദ്രിജ വിവാഹം ചെയ്യുമോ? എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം വിവാഹമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കില്ല. പിന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഭാവിയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് നാച്ചുറലി അത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുകയും എല്ലാ രീതിയിലും ആ വ്യക്തിയുമായി പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുകയും പിന്നെ അതിനകത്തെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം സ്വീകരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒന്ന് ഉണ്ടാകാതെയും ഇരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം വിവാഹമാണ് എന്നൊരു ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരാളെ ആയിരിക്കും അദ്രിജ ചൂസ് ചെയ്യുന്നത്? എന്താണ് അയാളിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ സാധിക്കുകയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു ഫാമിലി എന്നുള്ളതാണ് എൻ്റെ അങ്ങനെ ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്.
ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എന്നെപ്പോലെ ഇനി ഭാവിയിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് അത്യന്താപേക്ഷിതമായി വേണ്ട 2 കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ 2 സാധനവും നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭാവിയിൽ ബുദ്ധിമുട്ടും. സോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് ഡിഗ്രി പഠിക്കുക അല്ലെങ്കിൽ MA ഇതൊന്നും അല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾ എവിടെയാണോ ഉള്ളത് ആ മേഖലയിൽ എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ, എത്രത്തോളം അറിവ് നേടാൻ സാധിക്കുമോ ആ അറിവ് നേടുക. ശേഷം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുക. പിന്നെ ഇത്തരം കുട്ടികളുടെ രക്ഷകർത്താക്കളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്വീകരിക്കുക. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ തണലിൽ നിർത്തിയാൽ ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി പുറത്തേക്ക് പോകുന്നത് വളരെ മോശമായൊരു സമൂഹത്തിലേക്കാണ്. ആ കുട്ടിയുടെ ജീവിതം തന്നെ ഏത് രീതിയിലാവുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മമാരും അച്ഛന്മാരും എന്ത് ചെയ്യുക, എന്തായാലും എൻ്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ട്. കോളേജ് പഠനത്തിനും താമസ സൗകര്യമില്ലാത്തവർക്ക് ഹോസ്റ്റൽ ഫീസ്, പിന്നെ സർജറിയുടെ ഫണ്ട്, അങ്ങനെ പല സ്പെഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സാമ്പത്തിക സഹായം, അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പേടിക്കേണ്ടതില്ല. നമ്മുടെ കേരള സർക്കാർ, നമ്മൾ കേരളം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വളരെ ഒരു സർക്കാർ തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ക്യൂർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ റോഡുകളിലും ട്രാഫിക്കുകളിലും ട്രെയിനുകളിലും ഒക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഭിക്ഷ എടുക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഭിക്ഷ എന്നുള്ളൊരു സാധനം. അതെ, അപ്പം നമ്മുടെ കേരളം അങ്ങനെ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അതുപോലെ തന്നെ ക്യൂർ കമ്മ്യൂണിറ്റി, CBOകൾ, NGOകളൊക്കെ വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്. സോ ധൈര്യമായി സധൈര്യം മുന്നോട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? നമ്മുടെ സമൂഹത്തോട് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ്? ആ ഒരു സ്നേഹം, സാഹോദര്യം, നമ്മുടെ സഹജീവികളോടുള്ള അനുകമ്പ എന്നൊക്കെ പറയുന്നതാണ്. പരസ്പരം വേട്ടയാടി കൊന്നു തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആവാൻ നമുക്ക് പറ്റണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തി, നമ്മളെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കി ആ വ്യക്തിയുടെ ജാതി എന്താണ്, മതം എന്താണ്, വർഗം എന്താണ്, ലിംഗവും രാഷ്ട്രീയം എന്താണ് എന്ന ചിന്തയ്ക്ക് അതീതമായിട്ട് ആ വ്യക്തിയെ തന്നോളം ഒരു വ്യക്തി, മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ട് സംസാരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്രിജയോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അദ്രിജ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഓരോ കുട്ടികളെയും ആണ് പെണ്ണ് അല്ലെങ്കിൽ ജാതി മതം എന്നുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അത് ഓരോ മക്കളിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വേർതിരിവോ അവരെ മാറ്റി നിർത്തലോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ലൊരു സമൂഹം എന്നുവെച്ചാൽ എല്ലാവരെയും സ്നേഹിക്കുന്നതും നമ്മൾ ഇന്ന ആളാണ് അവരുടെ കുറവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ ചേർത്ത് നിർത്തി അവർക്കൊരു സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. നമ്മളെല്ലാം കുറച്ച് നാളെ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരു യാത്ര വന്നവരാണ്. പലരും പല വഴിക്ക് വെച്ചിട്ട് വേർപിരിഞ്ഞു പോകാം, പിന്നും യാത്ര തുടരുന്നവരുണ്ടാവാം. അവരെല്ലാവരും പരസ്പരം സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക, അവരെ അകറ്റി നിർത്താതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.